ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നർത്തിക് ബാല ഓർമ്മയുണ്ടോ എല്ലാവർക്കും? നമ്മൾ കുറേ നാൾ കൂടിയിട്ട് കാണുകയാണ് അല്ലേ? അപ്പോൾ ഇന്ന് ചെറിയൊരു യാത്രയാണ്. അതിനകത്ത് നിങ്ങളും കൂടെ കൂടിക്കോ. ഇന്ന് നമ്മുടെ യാത്ര കൊടൈക്കനാലിലേക്കാണ്. ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു വിശപ്പ് തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ഡൈൻ മുണ്ടക്കയത്തുള്ള റെസ്റ്റോറൻ്റാണ്. അവിടെ കയറി ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിച്ചു. നല്ല നെയ് റോസ്റ്റ് ആയിരുന്നു ഞാൻ കഴിച്ചത്. മസാല ദോശയൊക്കെ അവർ കഴിച്ചു. അപ്പോൾ ഇതിനകത്ത് ഒരാളെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവും. നോക്കിക്കേ, ഒരാളെ കാണാനില്ല. എൻ്റെ മോനെ ഈ കൂടെ ഇല്ല. എൻ്റെ മോനിപ്പോൾ UK യിലാണുള്ളത്. അവൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ വെക്കേഷന് അവൻ്റെ ചിറ്റയുടെ അടുത്ത് പോയേക്കാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഈ പോകുന്ന വഴിയൊക്കെയില്ലേ, നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ കണ്ടുകൊണ്ടിരുന്നത്. അതായത് നല്ല വ്യൂസായിരുന്നു. അതായത് നല്ല കോടമഞ്ഞും. ഞാൻ ഈ മൂന്നാറൊക്കെ പോയിട്ടുള്ളപ്പം കോടമഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു കൊടൈക്കനാൽ പോകുന്ന വഴിക്കുള്ള കോടമഞ്ഞിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു യാത്രയായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണിത് ഈ കാണുന്നത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ ഞങ്ങൾ കോടമഞ്ഞിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മാറി ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോഴത് ആസ് യൂഷ്വൽ ചീയപ്പാറ വാട്ടർഫോൾസ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെ നല്ല തിരക്കായിരുന്നു, നമ്മൾ വണ്ടി നിർത്തിയില്ല. പിന്നെ ദാ ഈ കാണുന്നത് നമ്മുടെ തേയിലത്തോട്ടം AVTയുടെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാനത് എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റാറ്റസും വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ബ്രേക്ക് വേണം തോന്നി. ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു കടയിൽ നിർത്തി. പിള്ളേർക്കും ചെറിയ ലേസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചും മിഠായൊക്കെ വാങ്ങിച്ചും അവർ ഹാപ്പിയായി. വിവേകിൻ്റെ ചെറിയൊരു ഡാൻസ് പെർഫോമൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാത്തുപൂപ്പിയാണെങ്കിൽ എൻ്റെ ചെറിയ ജാക്കറ്റൊക്കെ ഇട്ട് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവമാണിത് കേട്ടോ, മുന്തിരി. ഇങ്ങനെ കുറേ സ്റ്റാറ്റസും കുറേ പേരിങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. മുന്തിരിപ്പാടത്തിൽ, മുന്തിരിത്തോട്ടം എന്നല്ലേ പറയാം. യെസ്, മുന്തിരിത്തോട്ടത്തിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും അത് നടന്നു. കുറേ നല്ല പിക്ചേഴ്സൊക്കെ എടുത്തു. പിന്നെ നമ്മളതാ തമിഴ്നാട് ബോർഡറിലേക്ക് കയറിയിരിക്കുകയാണ്. പിന്നെ അതാ നല്ല സ്ട്രെയിറ്റ് റോഡുമാണ്, ചുറ്റും നല്ല കാഴ്ചകളുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടിച്ച് എവിടെ എത്തി? മധുരാപുരി എത്തി. മധുരാപുരി സദന മൃദുവദന മധുസൂദനൈക സ്വാഗതം കൃഷ്ണ. കൃഷ്ണ ശരണാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദനൈക സ്വാഗതം കൃഷ്ണ. അങ്ങനെ ഞങ്ങളുടെ താളബോധമില്ലാത്ത പാട്ട് കേട്ടല്ലോ, വെറുപ്പിച്ചു അല്ലേ എല്ലാവരെയും. ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ച് കാണിക്കാൻ വിട്ടുപോയിട്ടോ. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. വാംത് ഹിൽ ക്രിസ്റ്റോ എന്ന റിസോർട്ടാണിത്. ഇത് ഭയങ്കര ടോപ്പിലാട്ടോ. അതായത് നമ്മുടെ ഒരു മലയുടെ മുകളിലാണ് ഈ റിസോർട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരുന്നു. വന്ന ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു. പുറത്ത് ഭയങ്കര കാറ്റും തണുപ്പുമായിരുന്നു. അതിന് ചെറിയൊരു വീഡിയോ ആണെങ്കിൽ കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടത്. വ്യൂ ആണെങ്കിലും ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇത്ര നേരം ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് റെസ്റ്റ് എടുക്കുക ചെയ്ത് വേറെ എങ്ങോട്ടും പോകാനൊന്നും സമയം കിട്ടിയില്ല, കാരണം രാത്രിയായി. സോ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയി. ഇനി എല്ലാവരും റിലാക്സ് ചെയ്യുന്നു. ഞങ്ങളത് കൂടാതെ TV തെങ്കാശിപ്പട്ടണ സിനിമ കുറേ നാളെ കണ്ടിട്ട് ആ സിനിമ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കണ്ടു. അങ്ങനെ Day 1 ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.